പുതിയ കാര്യങ്ങൾ എങ്ങനെ കുറച്ചുകൂടി വേഗത്തിൽ പഠിക്കാം? നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണിതല്ലേ? അപ്പോൾ ന്യൂറോ സയന്റിസ്റ്റ് ലീല ലാൻഡോസിയുടെ ചില കണ്ടെത്തലുകൾ വെച്ച് നമ്മുടെ തലച്ചോറിനെ ഒന്ന് ഹാക്ക് ചെയ്ത് പഠനം എങ്ങനെ എളുപ്പമാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 6 സിമ്പിൾ വഴികളുണ്ട്. ലീലയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ തോന്നുന്നില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് നമ്മളിൽ എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ ഒരു ചിന്തയാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതെ, ഇതാണ് ആ ചോദ്യം. എന്തുകൊണ്ടാണ് പ്രായം കൂടുന്തോറും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇത്ര പാട്? കുട്ടിക്കാലത്ത് ഒരു സ്പോഞ്ച് പോലെ എന്തും വലിച്ചെടുത്തിരുന്ന നമ്മുടെ തലച്ചോറിന് മുതിരുമ്പോൾ എന്തുപറ്റി? ഇതിന്റെ ഒരു സിമ്പിൾ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആരും എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല എന്നതാണ്. അത് താനേ സംഭവിക്കേണ്ട ഒന്നാണെന്നാണ് നമ്മുടെ എല്ലാം ഒരു ധാരണ. പക്ഷേ സത്യമതല്ല. കുട്ടിക്കാലത്ത് കാര്യങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള നമ്മുടെ തലച്ചോറിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അത് പ്രായം കൂടുന്തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു ഗ്രാഫ് നോക്കൂ. ഒരു 5 വയസ്സിലൊക്കെ നമ്മുടെ പഠിക്കാനുള്ള കഴിവ് അതിന്റെ പീക്കിലായിരിക്കും. പിന്നെ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അത് പതുക്കെ താഴേക്ക് വരും. ഒരു 20കളുടെ പകുതിയാവുമ്പോഴേക്കും പുതിയൊരു കാര്യം പഠിക്കുന്നത് ഒരു മല കയറുന്ന പോലെ കഷ്ടപ്പാടാവും. ഇത് കാരണമാണ് പണ്ട് സ്കൂളിൽ പഠിച്ച രീതികളൊന്നും മുതിരുമ്പോൾ അത്ര ഏൽക്കാത്തത്. നമുക്ക് പുതിയ വഴികൾ തന്നെ വേണം. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഉത്തരം നമ്മുടെ തലച്ചോറിൽ തന്നെയാണ്. നമ്മുടെ തലച്ചോറിന് സ്വയം മാറാനും പുതിയ വഴികളുണ്ടാക്കാനും ഒരു കഴിവുണ്ട്. ഈ ഒരു അത്ഭുത പ്രതിഭാസത്തെയാണ് ശാസ്ത്രം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി? സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ അനുഭവങ്ങൾക്കനുസരിച്ച് തലച്ചോറിന് സ്വയം മാറാനും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനുമുള്ള കഴിവ്. അതായത്, നമ്മൾ പുതിയൊരു പാട്ട് പഠിക്കുമ്പോഴോ ഒരു ഭാഷ പഠിക്കുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ ശരിക്കും പുതിയ വയറിംഗ് നടക്കുകയാണ്. പഠനം വെറുമൊരു മാനസിക പ്രക്രിയ മാത്രമല്ല, അതൊരു ശാരീരിക മാറ്റം കൂടിയാണ്. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഗ്രോത്ത് കോണുകളെന്ന് പറയുന്ന കുഞ്ഞു കൈകളുണ്ട്. ഈ കൈകളാണ് നമ്മുടെ 86 ബില്യൺ തലച്ചോറ് കോശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ വഴി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന ഈയൊരു നെറ്റ്വർക്കിംഗ് പ്രോസസ്സ് ഭയങ്കര സംഭവമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഈ സൂപ്പർ പവർ ഉപയോഗിക്കാൻ സഹായിക്കുന്ന 6 താക്കോലുകളുണ്ട്. അതിൽ ആദ്യത്തെ 2 കടക്കാം. പഠനത്തിന്റെ അടിത്തറ എന്ന് തന്നെ പറയാവുന്ന ശ്രദ്ധയും ജാഗ്രതയും. ഇതാ ആ 6 താക്കോലുകൾ: ശ്രദ്ധ, ജാഗ്രത, ഉറക്കം, ആവർത്തനം, ഇടവേളകൾ, പിന്നെ നമ്മളെല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തെറ്റുകൾ. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷേ മറ്റു ചിലത് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. ഇവ ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ പഠനത്തെ സഹായിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ശ്രദ്ധയും ജാഗ്രതയും രണ്ടും രണ്ടാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ്, നമ്മൾ എന്തിലേക്കാണ് വെളിച്ചമടിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ജാഗ്രതയോ, അത് നമ്മുടെ ശരീരം പഠിക്കാൻ തയ്യാറായിരിക്കുന്നൊരവസ്ഥയാണ്. നന്നായി പഠിക്കണമെങ്കിൽ ഈ ടോർച്ചും വേണം, അത് പ്രകാശിപ്പിക്കാനുള്ള ഊർജവും വേണം. ശ്രദ്ധ കൂട്ടാൻ ഇതൊരു സൂപ്പർ സിമ്പിൾ ഹാക്ക്. വെറും 20 മിനിറ്റ് ഏതെങ്കിലും ഒരു വ്യായാമം ചെയ്യുക. ഒരു ചെറിയ ഓട്ടമോ അല്ലെങ്കിൽ കുറച്ചുനേരം സ്റ്റെപ്പ് കയറി ഇറങ്ങിയാലോ മതി. ഇത് നിങ്ങളുടെ ഫോക്കസ് ഏകദേശം 2 മണിക്കൂർ വരെ കൂട്ടിത്തരും. അടുത്ത തവണ പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഇനി ജാഗ്രത കൂട്ടാനോ? വ്യായാമം അവിടെയും കേമനാണ്. അതുകൂടാതെ വിം ഹോഫ് പോലുള്ള ചില ബ്രീതിംഗ് ടെക്നിക്കുകൾ, കുളിയുടെ അവസാനം ഒരു ഷോക്ക് പോലെ തലയിൽ കുറച്ച് തണുത്ത വെള്ളമൊഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ ക്വിസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് സ്ട്രെസ്, ഇവയെല്ലാം നമ്മുടെ ശരീരത്തെ ഒന്ന് ഉണർത്തും, പഠിക്കാൻ റെഡിയാക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ദിവസം മുഴുവനും 100% ഉഷാറായിരിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരം ഏകദേശം 90 മിനിറ്റിന്റെ ഓരോ സൈക്കിളുകളായാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ അൾട്രാഡിയൻ റിതം എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ ഏറ്റവും കൂടുതലുള്ള സമയം എപ്പോഴാണെന്ന് കണ്ടെത്തി പഠനം ആ സമയത്തേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ശരി, ഇനി നമുക്ക് അടുത്ത 2 താക്കോലുകളിലേക്ക് പോകാം. പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഉറക്കവും ആവർത്തനവും. നമ്മൾ പലപ്പോഴും ഭാവിക്കാറുണ്ട്, ഉറക്കം വെറുതെ റെസ്റ്റ് എടുക്കാനാണെന്ന്. അല്ല, നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് അന്ന് പഠിച്ച കാര്യങ്ങളെയൊക്കെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് എടുത്ത് ലോങ് ടേം മെമ്മറിയിലേക്ക് സേവ് ചെയ്തു വെക്കുന്നത്. അതുകൊണ്ടാണ് പരീക്ഷയുടെ തലേദിവസം രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് പറയുന്നത്. ഉറങ്ങിയില്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. പഠനത്തിന്റെ കാര്യത്തിൽ ആവർത്തനം പ്രധാനമാണ്. കണ്ടോ, നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ തലച്ചോറിനൊരു സിഗ്നൽ കിട്ടും, ഹേയ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് മറന്നുപോകരുത്, ഓർമ്മയിൽ വെക്കണമെന്ന്. എന്നാൽ വെറുതെ ഒരു ദിവസം മുഴുവനിരുന്ന് ഒരേ കാര്യം ആവർത്തിക്കുന്നതിൽ വലിയ കാര്യമില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് പഠിക്കുന്ന കാര്യങ്ങൾ പല ദിവസങ്ങളിലായി കുറച്ചു സമയം വീതം ആവർത്തിക്കുന്നത്.
ഈ സ്പേസിംഗ് ടെക്നിക് നിങ്ങളുടെ ഓർമ്മകളെ കൂടുതൽ ശക്തമാക്കും, ഉറപ്പാണ്. നമ്മുടെ അവസാനത്തെ 2 താക്കോലുകൾ ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെയും തെറ്റുകൾ വരുത്തുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതെ, ഇടവേളകളും തെറ്റുകളും. 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യരുത്. പകരം ഒരു 10-20 മിനിറ്റ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ തലച്ചോറ് പഠിച്ച കാര്യങ്ങൾ 20 മടങ്ങ് വേഗത്തിൽ മനസ്സിൽ വീണ്ടും റീപ്ലേ ചെയ്യും. മാത്രമല്ല, പുതിയ വിവരങ്ങൾ വന്ന് പഴയതിനെ മറികടക്കുന്നത് തടയാനും ഈ ചെറിയൊരു ബ്രേക്ക് സഹായിക്കും. ഒരു തെറ്റു പറ്റുമ്പോൾ നമുക്കെല്ലാവർക്കും ചെറിയൊരു ടെൻഷനും വിഷമവുമൊക്കെ തോന്നാറില്ലേ? അതിനെ പേടിക്കേണ്ട. സത്യത്തിൽ ആ നിമിഷം നിങ്ങളുടെ തലച്ചോറ് ഒരു സിഗ്നൽ തരികയാണ്. ഹേയ്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ പഠിക്കാൻ തയ്യാറാണ്, എന്നെ മാറ്റാൻ സമയമായി. ആ ഒരു നിമിഷത്തിലാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ആ ഒരു മാന്ത്രിക ജാലകം തുറക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരം എങ്ങനെ മുതലാക്കാം? ആ ടെൻഷനിൽ നിന്ന് ഓടിപ്പോകരുത്. പകരം ആ പ്രശ്നത്തിലേക്ക് ഉടൻ തന്നെ തിരിച്ചുവന്ന് പുതിയൊരു രീതിയിൽ അതിനെ സമീപിക്കാൻ ശ്രമിക്കുക. പഠനത്തെ ഒരു ഗെയിം പോലെ കാണുക. ഓരോ തെറ്റും അടുത്ത ലെവലിലേക്ക് പോകാനുള്ളൊരു ചവിട്ടുപടിയാണ്, അത്രയുള്ളൂ. ശരി, അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ 6 താക്കോലുകളും ചേർത്ത് നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയാലോ? ഇതാ നിങ്ങളുടെ ബ്രെയിൻ ഹാക്ക് ചെക്ക് ലിസ്റ്റ്. ശ്രദ്ധ കൂട്ടാൻ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ജാഗ്രത കിട്ടാൻ പഠിക്കുന്നതിനു മുൻപ് ഒരു 20 മിനിറ്റ് വ്യായാമം ചെയ്യുക. ഓർമ്മയിൽ നിർത്താൻ പല ദിവസങ്ങളിലായി ആവർത്തിക്കുക. പഠിച്ചത് ഉറപ്പിക്കാനോ അതിനുശേഷം നന്നായി ഉറങ്ങുക. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. പിന്നെ തെറ്റുകളെ പേടിക്കാതെ സ്വയം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇന്നലത്തെ നിങ്ങളെക്കാൾ കുറച്ചുകൂടി മികച്ച ഒരാളാകാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ തലച്ചോറ് ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. അതിന്റെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ അറിവുകൾ നിങ്ങളുടെ പഠനയാത്രയിൽ തീർച്ചയായും ഒരു മുതൽക്കൂട്ടാവും.